ഹലോ നമസ്കാരം. എല്ലാ അമ്മമാർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മിക്ക വീടുകളിലും എന്നും കേൾക്കുന്ന ഒരു വലിയ ആശങ്കയെക്കുറിച്ചാണ്. എൻ്റെ കുഞ്ഞിന് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്, പക്ഷേ തൂക്കം മാത്രം കൂടുന്നില്ല. ഒരു നേഴ്സ് എന്ന നിലയിൽ ഹോസ്പിറ്റലിൽ ഞാൻ ദിവസവും കാണുന്ന അമ്മമാരുടെ ഒരു പ്രധാന പരാതിയാണിത്. ഇന്ന് ഈ വീഡിയോയിലൂടെ കുഞ്ഞുങ്ങളുടെ തൂക്കം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും തികച്ചും ശാസ്ത്രീയമായ മറുപടി ഞാൻ പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ശരിയായ തൂക്കം എന്നാൽ എന്ത്? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തടിപ്പിക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. വെറുതെ കുഞ്ഞിന് തടി വെച്ചാൽ അത് ആരോഗ്യമല്ല. എല്ലുകൾക്കും മസിലുകൾക്കും ബലമുള്ള, രോഗപ്രതിരോധ ശേഷിയുള്ള, എപ്പോഴും ഉന്മേഷത്തോടെ ഇരിക്കുന്ന ഒരു കുഞ്ഞായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇതിനായി ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗ്രോത്ത് ചാർട്ട്. കുഞ്ഞിൻ്റെ പ്രായത്തിനനുസരിച്ച് ഉയരവും തൂക്കവും കൃത്യമായ അനുപാതത്തിലാണോ എന്ന് നോക്കുന്ന പ്രക്രിയയാണിത്. ഉയരത്തിനനുസരിച്ച് തൂക്കം ഉണ്ടെങ്കിൽ കുഞ്ഞ് ഹെൽത്തിയാണ്. വെറുതെ മറ്റുള്ളവരുടെ കുട്ടികളുമായി താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എന്തുകൊണ്ടാണ് ചില കുട്ടികൾക്ക് എത്ര ഭക്ഷണം കൊടുത്താലും തൂക്കം കൂടാത്തത് എന്ന് നോക്കാം. ആദ്യമായി മെറ്റബോളിസമാണ്. ചില കുട്ടികളുടെ ശരീരം ഊർജം വളരെ വേഗത്തിൽ കത്തിച്ചു കളയും. എപ്പോഴും ഓടി നടന്ന് കളിക്കുന്ന കുട്ടികൾ ഇത് കൂടുതലായിരിക്കും. രണ്ടാമതായി ആഗിരണമാണ്, അബ്സോർപ്ഷൻ. അതായത് കഴിക്കുന്ന ഭക്ഷണം വയറ്റിൽ എത്തുമ്പോഴും അതിലെ പോഷകങ്ങൾ രക്തത്തിലേക്ക് പിടിക്കണം. കുടലിലെ നല്ല ബാക്ടീരിയകളുടെ കുറവുണ്ടെങ്കിൽ ഇത് നടക്കില്ല. മൂന്നാമതായി ജനിതക ഘടകങ്ങളാണ്. അച്ഛനും അമ്മയും ശാരീരികമായി മെലിഞ്ഞവരാണെങ്കിൽ കുട്ടികളും മെലിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ പേടിക്കേണ്ടതില്ല. ഇനി നമ്മൾ ഭക്ഷണകാര്യത്തിലേക്ക് വരികയാണ്. ഏത്തപ്പഴവും റാഗിയും നമ്മൾ പൊതുവേ നൽകുന്നതാണ്. എന്നാൽ ഇതിലും കൂടുതൽ കലോറിയും നല്ല കൊഴുപ്പുമുള്ള ചില ഭക്ഷണങ്ങൾ കൂടി ഞാനിവിടെ പറഞ്ഞു തരാം. അവോക്കാഡോ. ഇത് കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പറ്റിയ സൂപ്പർ ഫുഡാണ്. ഇതിൽ നല്ല കൊഴുപ്പ് ധാരാളമുണ്ട്. ആപ്പിളിനൊപ്പമോ അല്ലെങ്കിൽ തനിയെയോ 8 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഇത് പെട്ടെന്ന് തൂക്കം കൂടാൻ സഹായിക്കും. മക്കാന, അതായത് നമ്മൾ വറുത്ത് കഴിക്കുന്ന മക്കാന കാൽസ്യത്തിൻ്റെയും പ്രോട്ടീൻ്റെയും കലവറയാണ്. ഇത് നെയ്യിൽ ചെറുതായി വറുത്ത് പൊടിച്ച് പാൽ കുറുക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു ധാന്യങ്ങൾക്കൊപ്പമോ ചേർത്ത് നൽകാം. ദഹിക്കാൻ വളരെ എളുപ്പമാണ്. ഹോം മെയ്ഡ് നട്ട്സ് പൗഡർ. ബദാം, കശുവണ്ടി, വാൾനട്ട്, പിസ്ത എന്നിവ ചെറിയ ചൂടിൽ വറുത്ത് പൊടിച്ചെടുക്കുക. 8 മാസത്തിന് മുകളിലുള്ള കുട്ടികളുടെ കഞ്ഞിയിലോ കുറുക്കിലോ ദിവസവും ഓരോ സ്പൂൺ ഈ പൗഡർ ചേർക്കുക. കുറഞ്ഞ അളവിൽ കൂടുതൽ കലോറി നൽകാൻ ഇതിലും നല്ലൊരു വഴിയില്ല. ഉപ്പില്ലാത്ത പനീർ ചീസ്. 8 മുതൽ 9 മാസം കഴിഞ്ഞ കുട്ടികൾക്ക് ഉപ്പില്ലാത്ത പനീർ ചെറുതായി ഉടച്ചോ ചോറിൽ കലർത്തിയോ നൽകാം. ഇത് കുഞ്ഞുങ്ങളുടെ മസിലുകളുടെ വികാസത്തിന് ആവശ്യമായ പ്രോട്ടീൻ നൽകും. അടുത്തതായി ശർക്കരയും നല്ല കൊഴുപ്പുമാണ്. പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ശുദ്ധമായ ശർക്കരയോ ഈന്തപ്പഴം അരച്ചതോ ഉപയോഗിക്കണം. ശർക്കരയിൽ ഇരുമ്പ് സത്ത് ഉള്ളതിനാൽ ഇത് വിളർച്ച തടയുകയും വിശപ്പ് കൂട്ടുകയും ചെയ്യും. അതുപോലെ ഓരോ നേരം ഭക്ഷണം കൊടുക്കുമ്പോഴേക്കും ഇതിൽ 1/2 സ്പൂൺ വീട്ടിലുണ്ടാക്കിയ നെയ്യോ വെളിച്ചെണ്ണയോ ചേർക്കുന്നത് കലോറി കൂട്ടാൻ സഹായിക്കും. ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ, അത് ശരിയായി ദഹിക്കുകയും വേണം. വെള്ളത്തിൻ്റെ അളവ്, അതായത് 6 മാസത്തിന് ശേഷം കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം കൊടുക്കണം. വെള്ളം കുറഞ്ഞാൽ മലബന്ധം ഉണ്ടാകും. മലബന്ധമുള്ള കുട്ടി അടുത്ത നേരം ഭക്ഷണം കഴിക്കാൻ മടിക്കും. ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ എടുത്തു പറയുന്ന ചില പ്രധാന മെഡിക്കൽ പോയിന്റുകൾ കൂടിയുണ്ട്. അതായത് അനീമിയ, വിളർച്ച. കുഞ്ഞിന് രക്തക്കുറവുണ്ടെങ്കിൽ കടുത്ത ക്ഷീണവും വിശപ്പില്ലായ്മയും ഉണ്ടാകാം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹീമോഗ്ലോബിൻ ലെവൽ പരിശോധിക്കുക. രണ്ടാമതായി വിരശല്യമാണ്. 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഡോക്ടറുടെ ഉപദേശത്തോടെ കൃത്യസമയത്ത് വിര ഇളക്കാനുള്ള മരുന്ന് നൽകണം. സൺലൈറ്റ്, അതായത് വെയിൽ കൊള്ളിക്കുക. രാവിലെ 8 മണിക്ക് മുൻപുള്ള വെയിൽ കൊള്ളിക്കുന്നത് വിറ്റമിൻ ഡി ലഭിക്കാനും അതുവഴി എല്ലുകളുടെ ബലത്തിനും വിശപ്പ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഭക്ഷണം കഴിപ്പിക്കരുത്. ഇത് കുട്ടികളിൽ ഭക്ഷണത്തോടുള്ള പേടി ഉണ്ടാക്കും. പകരം ഭക്ഷണം നൽകുന്നതിൽ വൈവിധ്യം കൊണ്ടുവരിക.
ഒരേ ഭക്ഷണം ദിവസവും കൊടുക്കരുത്. 3 വലിയ നേരത്തെ ഭക്ഷണത്തിന് പകരം ദിവസത്തിൽ 5-6 തവണയായി ചെറിയ അളവിൽ ഭക്ഷണം നൽകുക. മൊബൈൽ ഫോൺ കാണിച്ചു കൊടുക്കാതെ കഥകൾ പറഞ്ഞും കളിച്ചും ഭക്ഷണം നൽകുക. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ 1-2 മാസത്തിനുള്ളിൽ തന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിലും ഉന്മേഷത്തിലും വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രകൃതിദത്തമായ രീതിയിൽ മാത്രം കുഞ്ഞുങ്ങളുടെ തൂക്കം കൂട്ടുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യാം. ആ കമൻറ്റിന് തീർച്ചയായും മറുപടി നൽകുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ പരിമിതമായ അറിവുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. ഇതുവരെ നിങ്ങൾ എൻ്റെ വേഗൻ വീഡിയോകൾക്ക് നൽകിയ വലിയ പിന്തുണയ്ക്ക് നന്ദി. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.